وأتوكل عليه وأسأله من فضله المزيد. اللهم لك الحمد على نعمة الإسلام، ولك الحمد على نعمة القرآن، ولك الحمد على نعمة الإيمان، ولك الحمد على نعمة الأموال، ولك الحمد على نعمة الأولاد، ولك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. اللهم لك الحمد في الخير والشر، وفي الرحمة والزحمة، وفي النعمة والنقمة، وفي البلاء والسعادة، وفي العسر واليسر، وفي السعادة والشقاوة، وفي الصحة والمرض، وفي الليل والنهار. اللهم صل على محمد وعلى آل محمد، وبارك على رسولك نبينا ومرشدنا ومعشوقنا ومجتبانا ومصطفانا وقرة أعيننا وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما توجه تلقاء مدين قال عسى ربي أن يهديني سواء السبيل. ولما ورد ماء مدين وجد عليه أمة من الناس يسقون، ووجد من دونهم امرأتين تذودان. قال ما خطبكما؟ قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. صدق الله العظيم وصدق وبلغ رسول النبي الكريم. نحن على ذلك من الشاهدين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുഹറം മാസത്തിലാണ് നാമുള്ളത്. മുഹറം മാസത്തിൽ നടന്ന ഐതിഹാസികമായ ഹിജ്റകളുടെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അൽ ഖസസ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചരിത്ര പഠനത്തിലാണ് നമ്മളുള്ളത്. അൽ ഖസസ് ഖുർആനിലെ ആ അധ്യായത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ ചരിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. കഴിഞ്ഞ ഖുതുബയ്ക്ക് ഹാജരാകാത്തവർക്ക് ചെറിയ ഒരു വിശദീകരണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ ഗർഭിണിയായി മൂസയാണ് വയറ്റിലുള്ളത്. പ്രസവിച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ കൊല്ലും. ഒരു വലിയ അപകടകാരിയായ ഭരണാധികാരിയായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. ഫിർഔൻ എന്നാണ് അയാളുടെ പേര്. ജനിച്ച കുഞ്ഞിനെ അള്ളാഹു ഉമ്മയ്ക്ക് വഹി കൊടുത്തു. ഈ കുഞ്ഞിനെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കി. ആ പെട്ടി ഫിർഔന്റെ പത്നിയും തോഴിമാരും കുടിക്കുന്ന കടവിലെത്തി. അവർ അതെടുത്തു രാജാവിനെ കാണിച്ചു. രാജാവ് കൊല്ലാൻ ഒരുങ്ങപ്പെട്ടപ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്ക് മക്കളില്ലാത്തതാണ്, ഈ കുട്ടിയെ മകനെ പോലെ വളർത്താം. തൽക്കാലം ഫിർഔൻ അതിനെ സമ്മതിച്ചു. ഉമ്മയുടെ ഹൃദയം പിടഞ്ഞു. ഉമ്മ കുഞ്ഞിനെ കാണാതെ വേദനിച്ചു. കൊച്ചു പെങ്ങളോട് ഉമ്മ കുട്ടിയെ തിരയാൻ പറഞ്ഞു. ആ പെട്ടി ഒഴുകുന്നിടത്തിലൂടെ ആ കുഞ്ഞ് പോയി. അവസാനം ആ കുട്ടി അവിടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് വാവിട്ട് കരയുന്ന ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒരാളെ ഞാൻ പറഞ്ഞു തരാം എന്ന് കൊട്ടാരവാസികളെ അറിയിച്ചു. അവർ വേഗം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മയുടെ കയ്യിൽ തന്നെ കുഞ്ഞ് തിരിച്ചെത്തി. ആ സന്ദർഭത്തിൽ അള്ളാഹു പ്രത്യേകം ഊന്നി പറയുന്നത്, അള്ളാഹു ഒരു കരാർ പറഞ്ഞാൽ, ഒരു വാഗ്ദത്വം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് മൂസ അലൈഹിസ്സലാത്തു ഈ സംഭവത്തിന് ശേഷം പിന്നീട് കൊട്ടാരത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരുന്നു. പിന്നീട് നല്ല യുവാവാകുന്നു. യുവാവായപ്പോൾ അള്ളാഹു മൂസയ്ക്ക് കൊടുത്ത 2 അനുഗ്രഹങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിരുന്നു. ആ അനുഗ്രഹങ്ങളെ ഊന്നിയായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ
പ്രത്യേകമായി നടന്നത്. അത് ഒന്ന് ഹുക്കുമാണ്, രണ്ട് ഇൽമാണ്. മൂസയ്ക്ക് അള്ളാഹു നൽകിയ രണ്ട് വലിയ അനുഗ്രഹങ്ങൾ, ഒന്ന് ഹിക്മത്താണ്, യുക്തിഭദ്രമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിലപാടുകളും നടപടികളും. വിവേകമുള്ള ആളായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ വിവേകം അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹുവിന് മാത്രമേ വിവേകം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വിവേകം അള്ളാഹുവിന്റെ ഗിഫ്റ്റ് ആണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അലൈസ ഫീക്കും റജുലുൻ റഷീദ്, വിവേകമുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഈ ഹിക്മത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഊതിയ ഖൈറൻ കതീറ, ധാരാളം അനുഗ്രഹം ലഭിച്ചവനാണ് അവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ ഹിക്മത്തിനെ കുറിച്ച് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുമ്പോൾ ഹിക്മത്തുള്ള ആളാണ്, ഞാൻ ഈസാ നബിക്ക് ഹിക്മത്ത് നൽകി എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹുക്മ നൽകി, രണ്ടാമത്തെ ഇൽമ നൽകി. ഇൽമ എന്നത് നോളജ് ഈസ് പവർ, നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ്. അതൊരു വലിയ ശക്തിയാണ് എന്ന് അള്ളാഹു പറയുന്നു. ഇന്ന് ഇസ്രയേൽ ആ ലെവലിൽ, ലോകത്തിന്റെ നെറുകയിൽ ഇസ്രയേൽ നിൽക്കുന്നുവെങ്കിൽ, ടെക്നോളജി കൊണ്ട്, സാങ്കേതിക വിദ്യ കൊണ്ട്, പവർ കൊണ്ട് നിൽക്കുന്നുവെങ്കിൽ, അവരുടെ ടെക്നോളജിയാണ്, അവരുടെ ഇൽമാണ് അവരെ ആ അർത്ഥത്തിലേക്ക് ഉയർത്തുക. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉയരണമെങ്കിൽ ഇൽമ കരസ്ഥമാക്കിയേ പറ്റൂ. ഖേദകരം എന്ന് പറയട്ടെ, മുസ്ലിം സമൂഹം ലജ്ജാകരമായ അർത്ഥത്തിൽ ഇൽമിൽ നിന്ന് പുറകോട്ട് പോയി. കൃത്യമായ ധാരണയില്ലാത്ത, കൃത്യമായ അറിവില്ലാത്ത, കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാത്ത ജാഹിലീങ്ങളായി, വിഡ്ഢികളായി പെരുമാറി. അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗമാണ്, ഒരു വർഗമാണ് ഈ ജാഹിലീങ്ങൾ എന്ന് പറയുന്നത്. അവർ വിഡ്ഢികളാണ്, അവർ ചിന്തിക്കാത്തവരാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ നരകാവകാശികളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അമല ഖുലൂബിൻ അഖ്ഫാലിഹ, ഹൃദയം തന്നിട്ട് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങളുടെ ഹൃദയം വല്ല ലോക്കും ഇട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇൽമും ഹിക്മത്തുമായി ബന്ധപ്പെട്ട സംസാരം നടത്തിയത്. പിന്നീട് ഈ ഹിക്മത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ കൊന്നു. ആ കൊന്നതിന്റെ ആ പാപം, ആ പാപത്തിൽ അല്ലെങ്കിൽ ആ ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്യുകയല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്. ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് അംഗീകരിക്കുകയാണ്. 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ഖുത്ബയിലെ ഒരു പ്രതിജ്ഞ, മറ്റൊരു പശ്ചാത്താപ പ്രാർത്ഥന. ഇന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നു വരുന്ന ആയത്തിലെ ഒരു പ്രതീക്ഷയും മറ്റൊരു പ്രാർത്ഥനയും. ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം. ഒരു വിശ്വാസിയുടെ പ്രത്യേകത തെറ്റു ചെയ്യാതിരിക്കലല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ബേസ് ആണ്. ഒരു വിശ്വാസിയുടെ പ്രത്യേകത ഒരിക്കലും തെറ്റു ചെയ്യാതിരിക്കലല്ല. തെറ്റുകൾ സ്വാഭാവികമായി ചെറുതാകാം, ചിലപ്പോൾ വലുതാകാം, ചിലപ്പോൾ രഹസ്യമാകാം, ചിലപ്പോൾ പരസ്യമാകാം. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് ആദം നബിയെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച അള്ളാഹു അവിടേക്ക് ഇറക്കിയത്. ആദ്യം തന്നെ ആ സംഭവം അള്ളാഹുവിന് പരാമർശിക്കേണ്ടിയിരുന്നില്ല. ബട്ട് അള്ളാഹു അത് പരാമർശിച്ചത് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ സ്വാഭാവികമായി സംഭവിക്കും. അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കലല്ല, ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുക എന്നതാണ് വിശ്വാസി എന്ന, മുഅ്മിൻ എന്ന ഉന്നത ഒരു പദവിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് തെറിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുക. അതിന് ഏത് തെറ്റിനെയും ന്യായീകരിക്കാം. കിസ് ഓഫ് ലവ് ഇവിടെ മറൈൻ ഡ്രൈവിൽ നടത്തിയ ആളുകളും ന്യായീകരിക്കുകയായിരുന്നു. ആ ഉമ്മ വെക്കൽ പുണ്യകരമാണ്, ആ ഉമ്മ വെച്ചാൽ എന്തേ എത്ര തെറ്റെന്ന്. അതിൽ ഒരു കമന്റ് ഞാൻ വായിച്ചു, എനിക്ക് വളരെ ഇഷ്ടമായി. ഇത് പുണ്യകരമാണ്, ഇങ്ങനെ ചെയ്യൽ അനുവദനീയമാണ്, ഇത് വളരെ ഉയർന്ന കാര്യമാണ് എന്ന് പറയുന്നവൻ ദയവ് ചെയ്ത് വരുമ്പോൾ സ്വന്തം ഭാര്യയായിട്ട് മറൈൻ ഡ്രൈവിലേക്ക് വരിക. മോളെയും കയ്യിൽ എന്തുക, ഭാര്യ ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കുക, പിന്നെ ഉമ്മാനെ കൊണ്ടുവരിക, എന്നിട്ട് നാട്ടുകാർക്ക് കൊടുക്കുക. ഇത് കിസ് ഓഫ് ലവ് വലിയ പുണ്യാണല്ലോ. അതാണ് ധീരത. ഇത് പുണ്യമാണെന്ന് പറയുന്നവർ വീട്ടിലുള്ള പെണ്ണുങ്ങൾ അവർക്ക് അവിടെ വെച്ചിട്ട് നാട്ടുകാരുടെ പെണ്ണുങ്ങൾ ഉമ്മ വെക്കുക എന്ന് പറയുന്നത് തീർത്തും അപകടകരമായ ഒരു ധിക്കാരപരമായ സമീപനമാണ്. ആ കമന്റ് വല്ലാതെ എന്നെ മതിച്ചു. സത്യമാണത്. ആരും അത് ചെയ്യില്ല. സ്വന്തം മകളെ ആരും അങ്ങനെ നാട്ടുകാർക്ക് കാഴ്ചവെക്കില്ല, സ്വന്തം ഉമ്മയെ നാട്ടുകാർക്ക് കാഴ്ചവെക്കില്ല, സ്വന്തം പെങ്ങളാർക്കും കാഴ്ചവെക്കില്ല. സ്വന്തം ഭാര്യ വരുമ്പോഴാണ് ശരീരം പൊള്ളുക. മറ്റു വൃത്തികേടുകൾ, അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്ത്യനാളായി കഴിഞ്ഞ ഒരു മുഅ്മിൻ പറയൂത്രേ, ഈ കാഴ്ച കണ്ടിട്ട് യാ ലൈതനി ലൗ കുന്തു മിസ്ല സ്വഹിബി ഹാദൽ ഖബർ, അല്ലാഹുവേ, ഈ ഖബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? ആ അർത്ഥത്തിലുള്ള വൃത്തികേടുകളുടെ കാലം. ഇതിനെ ഒരുപാട് പേർ
അതാണ് അതിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം. ഇതിനെ ന്യായീകരിക്കുന്നവർ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പൊ എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കാം. അപ്പോ നമ്മൾ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങൾ നമ്മൾ ചില നിലപാടുകൾ എടുക്കും, ചില തീരുമാനങ്ങൾ എടുക്കും. ആ സമയത്ത് അത് ശരിയാകും. പക്ഷെ നമ്മൾ ഓരോ നിലപാടെടുക്കുമ്പോഴും, ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഇത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ശരിക്കും നമ്മൾ ആലോചിച്ചാൽ, നമ്മുടെ ഭാര്യയായിട്ടാകാം, മക്കളോടാകാം, ചിലപ്പോൾ നമ്മുടെ ഉമ്മയോടാകാം, ഉപ്പയോടാകാം, അയൽക്കാരിയോടാകാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടാകാം, നമ്മുടെ സംഘടനയോടാകാം, രാജ്യവും തമ്മിലുള്ള ബന്ധമാകാം. എല്ലാ വിഷയത്തിലും എടുത്ത തീരുമാനം അപ്പോൾ ശരിയെന്ന് തോന്നുന്ന പലതും പിന്നീട് അബദ്ധമായിരുന്നു എന്ന് തോന്നാവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം, വിലയിരുത്തണം എന്നാണ്. വിലയിരുത്തുമ്പോൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോഴാണ് അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുക. സൂക്ഷ്മമായി ചിന്തിക്കുന്നവർക്കാണ് പശ്ചാത്താപ ബോധം ഉണ്ടാവുക. സത്യവിശ്വാസിയുടെ ഒരു പ്രത്യേകത ഈ തൗബ ചെയ്യുക എന്നതാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഫിലോസഫി ക്ലാസ്സിലെ ഫിലോസഫി വിദ്യാർത്ഥികളോട് ക്ലാസ് എടുക്കുമ്പോൾ ഒരു പിക്കിൾ ജാർ കൊണ്ടുവന്ന് വെച്ചു. സാധാരണ അച്ചാർ ഇടുന്ന ഒരു കുപ്പിയുണ്ടല്ലോ, ഭരണി ഉരുട്ടി കൊണ്ടുവന്ന് വെച്ചു. അതിൽ ഗോൾഫ് ബോർഡ് നിറച്ചു, ഗോൾഫ് കളിക്കാൻ ഉപയോഗിക്കുന്ന ബോർഡ് നിറച്ചു. ബോർഡ് നിറച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇഫ് ദി ജാർ വാസ് ഫുൾ, ശരിയായില്ല, നിറഞ്ഞില്ലേന്ന്. കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കുട്ടികൾ പറഞ്ഞു ജാറ് നിറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിലോസഫർ പറഞ്ഞു നോ, ജാറ് നിറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് അത്ഭുതമായി, ഇതെവിടെ നിറയാതിരിക്കാൻ. കുറെ ചരൽ കല്ല് അദ്ദേഹം എടുത്തിട്ട് അതിന്റെ ഇടയിലേക്ക് ഇട്ടു. അപ്പോ ആ ഗ്യാപ്പ് മുഴുവൻ നിറഞ്ഞു. ഇഫ് ദി ജാർ വാസ് ഫുൾ, ഇപ്പോ ഫുള്ളായില്ലെന്ന് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ്, ഇനിയിപ്പോ സംശയമൊന്നുമില്ല, നിറഞ്ഞു. ഫിലോസഫർ പറഞ്ഞു ഇല്ല, നിറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് അത്ഭുതമായി, ഇതെന്താ നിറഞ്ഞില്ലേ? ഇതേ കണ്ടു, ഗോൾഫ് ബോൾ ഇട്ടു, അത് കഴിഞ്ഞ് കൂടെ ചെറിയ കല്ലിട്ടു, ഇപ്പൊ നിറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം മണലെടുത്തു കൊണ്ടുവന്നു, ഇട്ടു. അപ്പൊ അതിനേക്കാൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ വന്ന് ഈ മണൽ നിറഞ്ഞു. കുട്ടികൾക്ക് അത്ഭുതമായി. എന്നിട്ട് ഫിലോസഫർ ചോദിച്ചു ഇപ്പൊ നിറഞ്ഞോ? കുട്ടികൾ പറഞ്ഞു ഇനി എന്ത്, ഇനി നിറയാൻ ഗ്യാപ്പ് ഇല്ലല്ലേ? യെസ് ഓഫ് കോഴ്സ്, ഒരു സംശയം അവർക്കില്ല. ഫിലോസഫർ പറഞ്ഞു നോ, നിറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു. മണൽ വെള്ളം മുഴുവൻ വലിച്ചെടുത്തു. സ്റ്റുഡൻസ് ലോ പൊട്ടിച്ചിരിച്ചു കുട്ടികൾ. ഈ ജാർ നിങ്ങളുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറയുന്നത് ഇങ്ങനെ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ തോന്നുന്നത് ശരിയാണെന്ന്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ, കാരണം ആരും വിചാരിച്ചു ഇത് നിറഞ്ഞല്ലേ, കല്ലിട്ടപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിറഞ്ഞു. പിന്നീട് മണൽത്തരി ഇട്ടപ്പോഴാണ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നല്ലേ. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് സംശയമൊന്നുമില്ല. കുട്ടികൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി, ഞങ്ങളുടെ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ഓരോരുത്തരും വിലയിരുത്തണം. ഞാൻ എടുക്കുന്ന നിലപാട്, എന്റെ ജീവിതം അതിന് തഖ്വ എന്ന് പറയും. തഖ്വ എന്ന് പറഞ്ഞ സൂക്ഷ്മത എന്നാണ്. നിരന്തരമായി എന്നെ ഞാൻ വിലയിരുത്തുക. ഒരു പ്രാർത്ഥന, റബ്ബി ഇന്നി ളലംതു നഫ്സി, അതൊരു ധീരതയാണ്. എനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, പൊറുത്തു തരണം. അള്ളാഹുവിനോട് വിശ്വാസിയുടെ പ്രത്യേകത അള്ളാഹു പറഞ്ഞ തായിബായിരിക്കും എന്നാണ്, പശ്ചാത്തപിക്കുന്നത്. അയ്യോല്ലതിനാമന് വിശ്വാസികളെ തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കും. സോറി പറയുക എന്നത് ഒരു അബദ്ധമൊന്നല്ല. ഇന്ന് രാവിലെ മാനസികമായി അകന്നു നിന്നിരുന്ന 4 പേർ സംഗമിച്ചു. ഞാൻ അവരോട് ചോദിച്ചു ഇപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. കോംപ്രമൈസ് ഈസ് ആൻ ആർട്ട്, അതൊരു വലിയ കലയാണ്. നിങ്ങൾ അകന്നു നിൽക്കുന്നവർ ഒന്ന് കൈ കൊടുത്തു. അള്ളാഹു പറയുന്നത് നിങ്ങൾ പുറത്തു കൊടുക്കുക, സോറി പറയുക, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ചേരുക, നിങ്ങൾ അകലാതിരിക്കുക. ഭയങ്കര സുഖം, സന്തോഷം ഉണ്ടാവും. പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇതൊരു തോറ്റു കൊടുക്കലാണ്. ചിലപ്പോൾ തെറ്റുകാരനാവില്ല ഞാൻ, പക്ഷെ തോറ്റു കൊടുക്കുന്നു. ആർക്കു വേണ്ടി? അള്ളാഹുവിന് വേണ്ടി തോറ്റു കൊടുക്കുന്നു. അതാണ് ധീരത. ഞാൻ ജയിക്കുന്നു എനിക്ക് വേണ്ടി, അത് ജയമല്ല, അത് പരാജയമാണ്. റബ്ബിന് വേണ്ടി തോറ്റു കൊടുത്തവൻ, അവന് ലഭിക്കുന്ന അനുഗ്രഹം വളരെ പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ അറിയും. റബ്ബിനെ ഒരാൾ തവക്കുൽ ചെയ്താൽ, അള്ളാഹുവിന്റെ വഴിയിൽ ഒരാളായി മാറിയാൽ, റബ്ബ് ഒരാളുടെ വികാരമായി മാറിയാൽ, റബ്ബ് ഒരാളുടെ വിചാരമായി മാറിയാൽ എന്ത് സംഭവിക്കും എന്ന മനോഹരമായ
കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു പിഞ്ചു പൈതൽ ഐതിഹാസികമായി ഒരു രാഷ്ട്രത്തിന്റെ നായകനാകുന്ന ചരിത്ര സന്ധിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതാണ് റബ്ബ്. ആ റബ്ബ് അങ്ങേയറ്റം സൂക്ഷിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്ന് ഓടിപ്പോകുന്നതിന്റെ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എപ്പോഴും പ്രാർത്ഥനയാണ്. വിശ്വാസി എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും. അള്ളാഹുവേ, ഈ അക്രമികളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് തരും. അല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിച്ചാൽ അതിന് പരിമിതിയുണ്ട്. അള്ളാഹു ആകട്ടെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തും. ഓടി 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 അവസാനം ഒരു നാട്ടിലെത്തി. തളർന്നവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബേ പ്രതീക്ഷയുടെ വർത്തമാനം. അള്ളാഹുവേ, നീ എനിക്ക് ഒരു മാർഗം കാണിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വീടില്ല, ഒന്നുമില്ല. സന്ധ്യയാകുന്നു. അല്ലാഹുവേ, അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ സബീൽ. ആരാരുമില്ലെങ്കിലും അവിടെ റബ്ബുണ്ട് എന്ന ബോധമാണ് ഒരു വിശ്വാസിയുടെ ഊർജം. നീ എനിക്ക് മാർഗം കാണിച്ചു തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. വലമ്മാ വറദ മാ അവദിയൻ വജദ അലൈഹി ഉമ്മത്തൻ മിനൻ നാസി യസ്ഖൂൻ. അവിടെ ഇരിക്കാൻ പാടില്ല. സ്റ്റാൻഡ് അപ്പ്, വേക്ക് അപ്പ്, നടക്കണം. അവിടെ ഇരുന്നിട്ട് റബ്ബ് ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നു വിചാരിക്കരുത്. അടുത്ത ശ്രമം നടത്തി, പ്രാർത്ഥന കഴിഞ്ഞു, നടക്കുകയാണ്. അപ്പോൾ ഒരു ഉമ്മത്തൻ മിനൻ നാസ്, കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. ഇടയന്മാരാണ് അവർ. അങ്ങനെ എല്ലാവരും ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നു. രണ്ട് പെൺകുട്ടികൾ, രണ്ട് യുവതികൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അവരുടെ ആടുകളോട് മാറി നിൽക്കുന്നുണ്ട്. മൂസാ നബി അവരുടെ അടുത്തേക്ക് ചെന്നു. സത്യവിശ്വാസി ഇടപെടണം, നോക്കി നിൽക്കുന്നവനല്ല. പ്രേക്ഷക ലക്ഷ്യമാണ് മലയാളി എന്ന് നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള സാംസ്കാരിക നായകന്മാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പ്രേക്ഷക ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടെങ്ങനെ ഇരിക്കും. എന്താ കാണുന്നത്? ഇങ്ങനെ കണ്ടിരിക്കുന്നവനാകരുത് വിശ്വാസി, ഇടപെടുന്നവനാണ് വിശ്വാസി. കാലമഹത്വക്കുമ യുവതികളെ അവിടെ ഫിക്ക് നോക്കിയാൽ അന്യപണിയോട് മിണ്ടാൻ പാടില്ല. എന്തേ നിങ്ങൾ ഇവിടെ മാറി നിൽക്കുന്നത്? കാലത്ത അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മല്ലന്മാരുടെ ഇടയിൽ കയറി ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അബൂന ഷെയ്ഖും കബീർ. അപ്പൊ വാപ്പല്ലേ, ആണുങ്ങളാരില്ല വീട്ടിൽ, ചോദിച്ചിട്ടുണ്ടാവും. അത് ഖുർആൻ പറയുന്നില്ല. ഖുർആൻ ചെറിയ സൂചനകൾ മാത്രമേ തരും. അബൂന ഷെയ്ഖും കബീർ, ഞങ്ങളുടെ വാപ്പ വളരെ വൃദ്ധനാണ്, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ആട് കുടിക്കും. മൂസ ആരായിരുന്നു? ശക്തനായിരുന്നു. തന്റെ ശക്തി, തന്റെ ആരോഗ്യം, തന്റെ ഹിക്മത്ത്, തന്റെ ആർജവം, തന്റെ പവർ അദ്ദേഹം അവിടെ ഉപയോഗപ്പെടുത്തി. മറ്റാളുകളോട് പറഞ്ഞു, മാറി നിൽക്കും, എല്ലാവർക്കും വേണ്ട നീതി. നിങ്ങൾ ഈ രണ്ട് പെണ്ണുങ്ങളോട് മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഇവർക്ക് ആട് കൊടുക്കണ്ടേ? മൂസാ നബിയുടെ ശരീരവും അതൊക്കെ കണ്ടപ്പോ പിന്നെ പിള്ളേര് മാറുന്നു. മൂസാ നബി അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് മക്കൾ പോയിക്കോ, വീട്ടിലേക്ക് പോയിക്കൊന്നു. അടുത്ത പ്രാർത്ഥന പണിയെടുത്തിരുന്നു. അള്ളാഹുവേ, ഒരു സൽക്കർമ്മം ഞാനിതാ ചെയ്തു. ആരാരുമില്ലാത്ത യത്തീമിനെ, അബലരെ, അശരണരെ, ആലംബഹീനരെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, അവരെ കൂടിയാണ് റബ്ബ്. അവരെ സഹായിക്കുന്നവൻ അള്ളാഹു അവനെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ സൽക്കർമ്മം ചെയ്തിരിക്കുന്നു. ഇനി എന്തെങ്കിലും എനിക്ക് ഇറക്കിക്കൊണ്ട ഇതിന്റെ ഫലമായി ഞാൻ ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവനാണ്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രവാചകന്റെ അള്ളാഹുവിനോടുള്ള, പ്രവാചകനായിട്ടില്ല, ഒരു വ്യക്തിയുടെ ദൈവബോധമുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. ഈ വിഷയത്തിൽ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സൽക്കർമ്മം ചെയ്യാം, എന്നിട്ട് പ്രാർത്ഥിക്കാം, റിസൾട്ട് ഉണ്ടാവും. എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. റബ്ബേ, ഞാൻ ഇത് കൊടുത്തത്, ഈ പാവത്തെ സഹായിച്ചു, ഇനി എനിക്ക് തായോ എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കണം. സംഭവിച്ചു, പ്രാർത്ഥിച്ചു. അല്ലാഹു വരണം പെണ്ണിന്റെ രൂപത്തിൽ. ആ പോയ രണ്ട് മക്കളിൽ ഒരാൾ വരികയാണ്.
ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട്. നിങ്ങള് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം തന്നു നേരത്തെ എത്തിയെന്ന് വാപ്പ ചോദിച്ചു. അപ്പൊ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരാന്നുണ്ട് വിളിക്കുന്നത്. ആരാ വന്നത്? അല്ലാഹുവാണ് വരുന്നത്. അങ്ങനെ തന്നെ റസൂലും പറഞ്ഞത്. നീ എന്താ എനിക്ക് രോഗം വന്നപ്പോൾ എന്നെ സന്ദർശിക്കാത്തത്? അള്ളാഹുവേ നിനക്ക് രോഗം വരും. അതെ, നിന്റെ അയൽക്കാരൻ രോഗിയായി കിടക്കുമ്പോൾ നീ അവിടെ ചെന്നില്ലല്ലോ. നീ അവിടെ ചെന്നാൽ നിനക്ക് എന്നെ കാണാമായിരുന്നു. ആരാ അവിടെ? അള്ളാഹു ആരോഗ്യാണ്. അള്ളാഹു ഇവിടെ അള്ളാഹു വരികയാണ് പെണ്ണിന്റെ രൂപത്തിൽ. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അള്ളാഹു അയച്ചു എന്ന ആ അർത്ഥത്തിൽ വേണം നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ. അങ്ങനെ അവിടേക്ക് ചെന്നു. ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ് ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. പേടിക്കണ്ട, അള്ളാഹു നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ വൃദ്ധൻ ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകന്റെ പേര് ശുഐബ് അലൈഹിസ്സലാം എന്നായിരുന്നു. ആ നാടിന്റെ പേര് മദിയൻ എന്നായിരുന്നു. അള്ളാഹു ഈ ഭൂമിയെ ഓരോ വ്യക്തിയെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ അന്ത്യം എന്തെന്നൊക്കെ അള്ളാഹു നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ പോവാ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്റെ കഴിവ് കൊണ്ടാണ് ഇങ്ങനെ മുതോട്ടൂരിലൂടെ ഇങ്ങനെ പോകണമെന്ന്. അല്ല, അതൊക്കെ റബ്ബ് തീരുമാനിക്കുന്നതല്ല. നീ എവിടെ ജോലി ചെയ്യണം, നീ എവിടെ പോകണം, നിങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന ബിസിനസ് ഇതൊക്കെ റബ്ബ് നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത് നടക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു എന്റെ വിഡ്ഢിത്തം, ഞാനാണ്, എന്റെ കഴിവാണെന്ന്. ഒന്നുമല്ല, ഒക്കെ അള്ളാഹുവിന്റെ കഴിവ്. നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അപകടത്തിൽ അള്ളാഹുവിനെ കാത്തുരക്ഷിക്കും. ഏതെങ്കിലും അബദ്ധത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കും. നിന്റെ ബിസിനസ് തകരാൻ വേണ്ടി അത് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാകാം. നീ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ സ്ക്രിപ്റ്റ് മാറ്റി എഴുതും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് മാറ്റി എഴുതും. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ സൂറ ഹൂദിൽ പറയുന്നുണ്ട്. ഖാലു, ആളുകൾ ശുഐബിനോട് പറയുന്നുണ്ട്, യാ ശുഐബ് മാ നഫഖഹു കതീറൻ മിമ്മാ തഖൂൽ. ശുഐബും ഈ പണിയെടുക്കുന്ന ആളാണല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുക. ശുഐബ്, നിന്നെ കൊണ്ട് തോറ്റു, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നീ ഒരു പൊട്ടൻ, ഒരു ദുർബലൻ, ഞങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങളോട് നിന്റെ കളി. ഞങ്ങൾ എന്നെ കൊല്ലാത്തതെന്നറിയും, നിന്റെ ഫാമിലി ഓർത്തിട്ടാ കൊല്ലാത്തത്. നീ ഞങ്ങളെക്കാൾ ഒരു ശക്തിയുള്ള ആളല്ല. ശുഐബിന്റെ മറുപടി, ജനങ്ങളെ, അള്ളാഹുവിനെക്കാളും ശക്തരാണോ എന്റെ ഫാമിലി? എന്റെ ഫാമിലിയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അള്ളാഹ് എന്നിട്ട് പുറകിലേക്ക് തള്ളാം. എന്റെ ഫാമിലിക്ക് പ്രാധാന്യം നൽകുക. പിന്നെ റബ്ബി ബിമാ തഅമലൂന മുഹീത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. റബ്ബിന്റെ ശക്തിയാണ് ഇവിടെ ശുഐബ് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചു? ശുഐബ് ശരിയാണ്, ദുർബലനാണ്. പക്ഷേ എന്റെ കൂടെ റബ്ബുണ്ട്. ഒരാളുടെ കൂടെ റബ്ബുണ്ടായി കഴിഞ്ഞാൽ അയാൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അയാളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല, അയാളെ കൈവെക്കാൻ ആർക്കും ആവില്ല. ഒരുപക്ഷെ അയാളെ കൊന്നുകളയാം, പക്ഷേ അയാൾ കൊല്ലപ്പെട്ടാലും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത ശക്തി ഇവിടെ ഉണ്ടാവും. നിങ്ങളെ പ്രതീക്ഷിച്ച്, ഈ ശത്രുക്കളെ പ്രതീക്ഷിച്ച്. ഇവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അഹങ്കാരിയായ, ധിക്കാരിയായ, ക്രൂരനായ ഒരു വിഭാഗം. ഇവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. അല്ലാഹുവേ, അക്രമിക്ക് ഒരിക്കൽ ഞാൻ കൂട്ടു നിൽക്കില്ല റബ്ബേ. ഞാൻ ഒരാൾ കൊന്നല്ലോ, ആ സമയത്ത് പ്രാർത്ഥനയാണ്, അതാണ് പ്രതിജ്ഞ. ഈ വിഷയത്തെ കുറിച്ച് റൂഹുൽ മആനി, തഫ്സീർ റൂഹുൽ മആനി പറയുന്ന ഒരു സംഭവമുണ്ട്. അത്താ ഇബ്നു അബി റബാഹിനോട് ചോദിച്ചു. അദ്ദേഹം താബിയാണ്. താബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ, പ്രവാചകനെ കണ്ടവരെ സഹാബി എന്ന് പറയും, സഹാബാക്കളെ കണ്ടവരെ താബി എന്ന് പറയും. അബി റബാഹിനോട് ചോദിച്ചു. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. എന്റെ ബ്രദർ, സഹോദരൻ ബനൂ ഉമയ്യ ആണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സർക്കാരിലെ ഒരു ഗവർണറുടെ ഒരു കാത്തിപ്പാണ്, എഴുതുന്ന ആളാണ്. വിധി അവര് ഗവർണർ പ്രഖ്യാപിക്കും, എഴുതുന്ന ആൾ മാത്രമാണ് ഞാൻ. പക്ഷെ പലപ്പോഴും അന്യായമാണ്, അന്യായ ഗവൺമെന്റ് ആണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ജോലി അല്ലാതെ മാർഗമല്ല, പട്ടിണി കിടന്നു പോകും. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഈ ജോലി ഉപേക്ഷിക്കാൻ നിന്റെ സഹോദരനോട് പറയാം, വലിച്ചെറിയാൻ പറയാം. ആ പേന, എഴുതുന്ന തൂലിക വലിച്ചെറിയാൻ പറയാം. അന്നം അള്ളാഹു തരും, മറ്റൊരു മാർഗം അള്ളാഹു തരും. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹയോട് മൻസൂറിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ ഒരു ചീഫ് കമാൻഡ് ചോദിച്ചു,
ഞാൻ ഇയാളുടെ മൻസൂറിന്റെ ഗവൺമെന്റ്, അയാൾ അപകടകാരിയായുള്ള ഒരാളാണ്, അയാളുടെ ജോലിക്കാരനാണ്, കമാൻഡ് ഇൻ ചീഫാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യ പറഞ്ഞു, ഇല്ല, അക്രമിക്കൊരിക്കലും നീ കൂട്ടുനിൽക്കാൻ പാടില്ല. അയാൾ അക്രമിയാണെങ്കിൽ, കുറ്റവാളിയാണെങ്കിൽ അയാളെ സഹായിക്കുന്ന ബാധ്യത നിനക്കില്ല. അദ്ദേഹം എന്താണ് മൻസൂറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങയുടെ അധികാരം സംരക്ഷിച്ചതിന് വേണ്ടി ഞാൻ ഇന്നോളം ചെയ്തതെല്ലാം, ദൈവമാർഗത്തിലാണെങ്കിൽ ഇത്രയും ധാരാളം, ഒരുപാട് കൂലി കിട്ടിയില്ലേ. അക്രമത്തിന്റെ മാർഗത്തിലാണെങ്കിൽ എന്റെ കർമ്മപുസ്തകത്തിൽ കൂടുതൽ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾക്കറിയാം, ഈ പറയുന്ന ആൾക്കറിയാം ഞാൻ അക്രമത്തിലാണ്, ദൈവമാർഗത്തിലാണ്. മാർഗത്തിലായിരിക്കണം, അധർമ്മത്തിന്റെ പാതയിലാകാൻ പാടില്ല. നന്മയ്ക്ക് കൂട്ടുനിൽക്കണം, തിന്മയ്ക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ല. നാം ഒരിക്കലും അക്രമിയാകരുത്, അക്രമികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. നോക്കി നിൽക്കുകയല്ല, ഇടപെടുകയാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارض عن اربعه خلفائه الراشدين امير المؤمنين ابي بكر وعمر وعثمان وعلي رضي الله عنهم وارضوا عنهم اجمعين. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ان الله يامركم بالعدل والاحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ذكر الله اكبر والله ما تصنعون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നെയും ഞങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാഫർ, അല്ലാഹുവിന്റെ റസൂൽ യാത്രക്ക് ഒരുങ്ങി കഴിഞ്ഞാൽ, വാഹനത്തിൽ കയറിയാൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വദഅവത്തിൽ മദ്ലൂം വസൂഇൽ മൻദർ ഫിൽ മാലി വൽ അഹ്ൽ അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. ഇത് പ്രാർത്ഥിക്കുമായിരുന്നു. അർത്ഥം ഇതാണ്: അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു, യാത്രയുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, മോശമായ കാഴ്ചകളിൽ നിന്നും. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോശം കാഴ്ച കണ്ടാൽ പിന്നെ യാത്രയുടെ മൂടൊക്കെ നഷ്ടപ്പെടും, എത്ര വലിയ ചൂടാണെങ്കിലും. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ചീത്ത കാഴ്ചകളൊന്നും കാണിച്ചു തരരുത്. അത് അവത്തിൽ മതിലും ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ചിലപ്പോഴൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അത് മറ്റവന് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടോ, അക്രമമൊക്കെ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോഴൊക്കെ വാഹനം ഓടുമ്പോൾ ഒരാൾ മേൽ ചെളിയൊക്കെ തെറിക്കും, അതും അക്രമമാണ്. അയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹുവേ എന്നോട് ശരണം തേടുന്നു. വസൂഇൽ മൻദർ ഫിൽ മാലി വൽ അഹ്ൽ. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ സമ്പത്തിലോ എന്റെ ഫാമിലിയിലോ എന്തെങ്കിലുമൊക്കെ മോശം കാഴ്ചകൾ കാണേണ്ടി വരുന്നോ? അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓരോ വാർത്തകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. ഇതൊന്നും ഉണ്ടാക്കരുത് റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് യാത്ര തിരിച്ചത്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, യാത്രയിൽ നീയാണ് എന്റെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എന്റെ ഫാമിലിയുടെ ഖലീഫയും നീയാക്കണമേ. നബി ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ചത് വേറെ ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സ്ഹബ്നാ ഫീ സഫർന, യാത്രയിൽ നീ ഞങ്ങളുടെ കൂട്ടുകാരനാകണമേ. വഖ്ലുഫ്നാ ഫീ അഹ്ലിന, എന്റെ ഫാമിലിയെ, എന്റെ കുടുംബത്തെ നീ പ്രതിനിധീകരിക്കണമേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫർന, ഞങ്ങളുടെ യാത്ര നീ എളുപ്പമാക്കി തരണമേ. വത്വി അന്നാ ബഅദഹു, യാത്രയുടെ ദൈർഘ്യം നീ ചുരുക്കി തരണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കൂ. നിങ്ങൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്, കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പോയി നോക്കൂ. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിയതുപോലെ തോന്നും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഊട്ടി കൊടൈക്കനാലിന് ആസ്വദിക്കാൻ പറ്റില്ല, അവിടെ ആ ടയർഡായിട്ട് കിടക്കേണ്ടി വരും. അല്ലാഹുവേ വത്വി അന്നാ ബഅദ, യാത്ര നീ ചുരുക്കി തരണമേ. യാത്ര മറ്റൊരു അല്ലാഹുമ്മ ഹവ്വിൻ അലൈഹി സഫർ, റസൂല് യാത്ര ചോദിക്കുന്ന ആളോട് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന 3 കാര്യങ്ങളാണ്. ഒന്ന്, അസ്തൗദിഉ അല്ലാഹ ദീനക വ അമാനക വ ഖവാതിമ അമലിക, നിന്റെ ദീനും അമാനത്തും അതുപോലെ നിന്റെ കർമ്മങ്ങളുടെ പര്യവസാനവും ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു എന്ന്. പിന്നെ ഒപ്പം അള്ളാഹുവെ ഇയാളുടെ യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. വേറെ ഹദീസിലുണ്ട്, റസൂൽ ഒട്ടകത്തിന്റെ പുറത്തിരിക്കാൻ വേണ്ടി കാല് ചവിട്ടും, അതിന്റെ സ്റ്റെപ്പിൽ കാല് ചവിട്ടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഇപ്പൊ കാർ ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിക്കുന്ന ആളെങ്കിൽ ആ സൈഡ് സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് വണ്ടി ശരിയാക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. കയറി ഇരുന്ന് ശരിയായി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു 3 തവണ പറയും. അത് 3 തവണ പറയും. പിന്നെ പ്രസിദ്ധമായ ഖുർആനിലെ ഒരു പ്രാർത്ഥനയുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ലറബ്ബിനാ ലമുൻഖലിബൂൻ. ഒരു പ്രാർത്ഥന കൂടി ഉണ്ട്, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, എന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ ആരും എനിക്ക് പുറത്തു തരാനില്ല. ഇത് പറഞ്ഞിട്ട് റസൂൽ ചിരിച്ചു തരാം. ഒരു സഹാബി വെച്ച് എന്തേ ചിരിച്ചതെന്ന്. ഞാനിത് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ചിരിക്കണം.
കാരണം നീയല്ലാതെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഒരു അടിമയോട് സന്തോഷം ഉണ്ടാവുന്നതാണ്. അതൊരു വല്ലാത്ത ഒരു മനസ്സാണ്. പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. തൗബ ചെയ്തവൻ തെറ്റു ചെയ്യാത്തവനെ പോലെയാണ്. ഒരു യുവാവിനോട് പറഞ്ഞു, ഞാൻ ഒരുപാട് തെറ്റു ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നാളെ മഹ്ശറയിൽ ഇങ്ങനെ വെളിപ്പെടില്ല സ്ക്രീനിൽ. ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനെയല്ലോ കേട്ടിട്ടുള്ള പലതും തെറ്റാണ്. പശ്ചാത്തപിച്ചതൊന്നും വരില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകും. രണ്ടാമത് അള്ളാഹു എന്താക്കില്ല, ഒരാളെ അങ്ങനെ കളിയാക്കില്ല. പശ്ചാത്തപിക്കണം, വളരെ അഗാധമായി കണ്ണീരൊലിപ്പിച്ച് അള്ളാഹു പറഞ്ഞു, അതൊക്കെ പോകും. അതല്ലാതെ അശ്രദ്ധമായി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, ആ ഒരു പ്രശ്നമല്ല, റബ്ബ് അഡ്ജസ്റ്റ് ചെയ്ത് വിചാരിക്കുക. അവൻ ഒരു വ്യാമോഹത്തിലാണുള്ളത്, അവനുറപ്പാണ് നിരങ്ങും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ശുദ്ധ ഹൃദയം നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമികൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരിൽ നമ്മളെ